പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സമാന്തര ശ്രേണി അരിത്മെറ്റിക് സീക്വൻസ് എന്താണ് എന്നതിനെക്കുറിച്ചായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു സമാന്തര ശ്രേണി എന്താണെന്നും അതിലെ ആദ്യ പദം അതായത് ഫസ്റ്റ് ടേം, അതുപോലെ പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയുണ്ടായി. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരു സമാന്തര ശ്രേണി തന്നിട്ട് ഒരു അരിത്മെറ്റിക് സീക്വൻസ് തന്നിട്ട് അതിലെ നമുക്ക് എത്രാമത്തെയെങ്കിലും ഒരു പദം കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, 50ാമത്തെ പദം അല്ലെങ്കിൽ 75ാമത്തെ പദം അല്ലെങ്കിൽ 30ാമത്തെ പദം, അതായത് 30th ടേം അല്ലെങ്കിൽ 50th ടേം, ഇങ്ങനെ ഏതെങ്കിലും ഒരു പദം നമുക്ക് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഷോർട്ട് കട്ട് കാര്യങ്ങൾ എല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയുണ്ടായി. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, നമുക്കൊരാൾ ഒരു സമാന്തര ശ്രേണി തന്നു, ഒരു അരിത്മെറ്റിക് സീക്വൻസ് നമുക്ക് തന്നു, എന്നിട്ട് നമ്മളോട് അയാൾ ചോദിക്കുകയാണ്, ഒരു പദം തന്നിട്ട് ഒരു ടേം തന്നിട്ട് ഈ ടേം ഈ സീക്വൻസിലെ ഈ ശ്രേണിയിലെ പദമാണോ എന്ന് ചോദിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ കാണിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ കാണാൻ പറ്റും, 1, 4, 7 ഓക്കെ എന്ന സമാന്തര ശ്രേണിയിലെ ഒരു പദമാണോ 101 എന്നതാണ് ക്വസ്റ്റ്യൻ. അതായത് ഇവിടെ നമുക്ക് ഒരു ശ്രേണി തന്നിട്ടുണ്ട്, ഒരു സമാന്തര ശ്രേണി നമുക്ക് തന്നിട്ടുണ്ട്. ആ ശ്രേണി ഏതാണ്? 1, 4, 7, അടുത്ത പദം ഏതായിരിക്കും? 10, അടുത്ത പദമോ 13, അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു ശ്രേണി നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമ്മളുടെ ക്വസ്റ്റ്യൻ എന്താണ്? 101 എന്ന് പറയുന്ന പദം, 101 എന്ന് പറയുന്ന ഡിജിറ്റ്, അത് ഈ സമാന്തര ശ്രേണിയിൽ ഉള്ളതാണോ അല്ലയോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടെത്തിയിട്ട് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ 101 വരെ നമ്മൾ എഴുതി നോക്കേണ്ട ആവശ്യമില്ല. എഴുതി നോക്കാതെ തന്നെ നമുക്ക് എളുപ്പത്തിൽ 101 ഈ സമാന്തര ശ്രേണിയിലെ ഒരു പദമാണോ ഒരു സംഖ്യയാണോ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം? കണ്ടെത്തണം. ക്ലിയർ ആവുണ്ടോ? അപ്പോൾ അതെങ്ങനെയാണ് കണ്ടെത്തുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഈ ക്വസ്റ്റ്യൻ്റെ ഇംഗ്ലീഷ് വേർഷൻ നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. ഈസ് 101 എ ടേം ഇൻ ദ അരിത്മെറ്റിക് സീക്വൻസ് 1, 4, 7 എക്സെട്ര. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ എഴുതേണ്ടത്, നമുക്ക് തന്നിട്ടുള്ള സീക്വൻസിൻ്റെ, നമുക്ക് തന്നിട്ടുള്ള സമാന്തര ശ്രേണിയുടെ എന്തെഴുതണം? നമ്മൾ ആദ്യ പദം എഴുതണം. ക്ലിയർ ആവുണ്ടോ? അപ്പോൾ ആദ്യ പദം, ഞാനതാണ് ഇവിടെ ആദ്യം തന്നെ എഴുതിയത്. ആദ്യ പദം ഫസ്റ്റ് ടേം അല്ലെങ്കിൽ ആദ്യ പദത്തിനെ നമ്മൾ ഏത് അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്? എഫ് എന്ന് പറഞ്ഞ അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ ആദ്യ പദം എഫ് സമം എത്രയാണ്? ആദ്യ പദം ഏതാണ്? നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ആദ്യ പദം 1 ആണ്. റെഡിയാണല്ലോ? അപ്പോൾ ആദ്യ പദം സമം 1 എന്ന് നമ്മളിവിടെ എഴുതി. ക്ലിയർ ആണല്ലോ? ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ആദ്യ പദം എഴുതി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് പിന്നെ പൊതുവ്യത്യാസം കണ്ടെത്തുകയാണ്. പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ്. അപ്പോൾ ഞാനിവിടെ എഴുതി പൊതുവ്യത്യാസം, അതായത് കോമൺ ഡിഫറൻസ്. പൊതുവ്യത്യാസത്തിനെ നമ്മൾ ഏത് അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുക? ഡി എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയുണ്ടായി. ഓക്കെ, പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് അത് നമ്മൾ ഡി കൊണ്ട് സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഡി സമം എന്ന് എഴുതി. ഡി എങ്ങനെ കാണുക? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു പൊതുവ്യത്യാസം എങ്ങനെയാണ് കാണുക എന്നുള്ളത്. ഒരു സമാന്തര ശ്രേണിയിൽ ഒരു പദത്തിൽ നിന്ന് അതിന് തൊട്ട് ബാക്കിലുള്ള പദം, പിറകിലുള്ള പദം നമ്മൾ എന്ത് ചെയ്യുക? കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് എന്ത്? ആ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം. അപ്പോൾ ഇവിടെ ഞാൻ 4 എടുക്കുകയാണെന്ന് കരുതിക്കോ. 4 എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് പിറകിലുള്ള പദം ഏതാണ്? 1 ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണോ? ഏത് പദം എടുക്കുകയാണെങ്കിലും അതിൻ്റെ തൊട്ട് പിറകിലുള്ള പദം എന്ത് ചെയ്യുക? കുറക്കുക. അപ്പോൾ ഞാനിവിടെ 4 എടുത്തു. അപ്പോൾ 4ൽ നിന്ന് 1 കുറക്കണം. അപ്പോൾ 4 കുറക്കണം 1. ക്ലിയർ ആണോ? 4ൽ നിന്നും 1 കുറച്ചാൽ നമുക്ക് എന്ത് ആൻസർ കിട്ടും? 3 എന്ന് കിട്ടും. അതായത് ഈ സമാന്തര ശ്രേണിയുടെ ഈ അരിത്മെറ്റിക് സീക്വൻസിൻ്റെ പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് എത്രയാണ്? 3 ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ കോമൺ ഡിഫറൻസ് 3. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യ പദവും എഴുതി, പൊതുവ്യത്യാസവും എഴുതി. ഓക്കെ,
ഇനി നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ക്വസ്റ്റ്യൻ എന്താണ്? 101 ഈ ശ്രേണിയിലെ ഈ സീക്വൻസിലെ ഒരു ടേം ആണോ അല്ലയോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇനി ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഇവിടെ ഞാൻ എഴുതിയിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇവിടെ ബോക്സിലാക്കിയിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്, കണ്ടോ? പരിശോധിക്കേണ്ട പദം മൈനസ് ആദ്യ പദം നമ്മൾ ചെയ്യണം. ക്ലിയർ ആവുണ്ടോ? പരിശോധിക്കേണ്ട പദം ഏതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്? 101 പദമാണോ എന്നാണ് നമുക്ക് പരിശോധിക്കേണ്ടത്. അപ്പോൾ ഇവിടെ പരിശോധിക്കേണ്ട പദം ഏതാണ്? 101 ക്ലിയർ ആവുണ്ടോ? ഇനി നമുക്ക് 1000 ഇതിലൊരു പദമാണോ എന്നാണ് പരിശോധിക്കേണ്ടത് എന്നുണ്ടെങ്കിലോ നമ്മളവിടെ എഴുതേണ്ട ഇത് എത്രയാണ്? 1000. അപ്പോൾ ഏതാണോ നമുക്ക് പരിശോധിക്കേണ്ടത്, പദമാണോ അല്ലയോ എന്ന് പരിശോധിക്കേണ്ട സംഖ്യ ഏതാണെന്ന് നോക്കുക. അപ്പോൾ ഇവിടെ 101. ഓക്കെ, അപ്പം പരിശോധിക്കേണ്ട പദം അതിന് നമ്മൾ എന്ത് കുറക്കണം? ആദ്യ പദം കുറക്കണം. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ പരിശോധിക്കേണ്ട പദം 101, ആദ്യ പദം 1. ക്ലിയർ ആവുണ്ടോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പരിശോധിക്കേണ്ട പദം എത്രയാണ്? 101 എന്ന് എഴുതി മൈനസ്, ഉണ്ടോ? നമ്മൾ മൈനസ് ഇട്ട് പിന്നെ ആദ്യ പദം എത്രയാണ്? 1. അപ്പോൾ 101 കുറക്കണം 1. ക്ലിയർ ആണല്ലോ? അപ്പോൾ പരിശോധിക്കേണ്ട പദത്തിൽ നിന്നും ആദ്യ പദം നമ്മൾ എന്ത് ചെയ്തു? കുറച്ചു. ഓക്കെ, ക്ലിയർ ആവുണ്ടോ? അപ്പോൾ 101 നിന്നും 1 കുറച്ച് നമുക്ക് എത്ര കിട്ടും? 100 കിട്ടും. ക്ലിയർ ആവുണ്ടോ? അപ്പോൾ നമ്മൾ പരിശോധിക്കേണ്ട പദത്തിൽ നിന്നും നമ്മൾ ആദ്യ പദം കുറച്ചപ്പോൾ നമുക്ക് എത്ര കിട്ടി? 100 കിട്ടി. ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് ഈ 100നെ നമ്മുടെ പൊതുവ്യത്യാസം കൊണ്ട് എന്ത് ചെയ്യണം? ഹരിക്കണം. ഒന്നും കൂടി പറയാം. നമുക്ക് പരിശോധിക്കേണ്ട പദത്തിൽ നിന്നും ആദ്യ പദം കുറക്കുന്നു. അങ്ങനെ കുറച്ചിട്ട് കിട്ടുന്ന സംഖ്യയെ നമ്മൾ എന്ത് ചെയ്യണം? പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കണം. നമുക്കിവിടെ കിട്ടിയ സംഖ്യ 100. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 100നെ നമ്മൾ എന്ത് ചെയ്യുന്നു? പൊതുവ്യത്യാസം കൊണ്ട് 100നെ നമ്മൾ പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കുന്നു. ഓക്കെ, അപ്പോൾ 100 ഹരിക്കണം പൊതുവ്യത്യാസം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ പൊതുവ്യത്യാസം എത്രയാണ്? പൊതുവ്യത്യാസം 3. ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ 100 ഹരിക്കണം എത്ര ചെയ്യണം? 3 എന്ന് ചെയ്യണം. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അപ്പോൾ ഞാനിവിടെ താഴെ 100നെ 3 കൊണ്ട് ഹരിക്കുന്നത് കാണിച്ചിട്ടുണ്ട്. ക്ലിയർ ആവുണ്ടോ? ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ 100നെ 3 കൊണ്ട് ഹരിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മൾ 100 എന്ന് എഴുതുന്നു. 100 എന്ന് എഴുതിയിട്ട് ഇങ്ങനെ നമ്മൾ 100 എന്ന് എഴുതുന്നു. 100 എന്ന് എഴുതി നമ്മൾ 3 കൊണ്ട് ഹരിക്കുന്നു. പൊതുവ്യത്യാസമാണ് 3. പൊതുവ്യത്യാസം കൊണ്ടാണ് ഹരിക്കേണ്ടത്. അപ്പോൾ 1ൽ 3 പോവില്ല, 10ൽ 3 തവണ പോകും. ഓക്കെ, അപ്പോൾ 3 9. അപ്പോൾ നമുക്ക് കുറച്ച് എഴുതി കഴിഞ്ഞാൽ ഇവിടെ 1 കിട്ടും. ഓക്കെ, ഇനി നമ്മൾ 1ൽ 3 പോവില്ല. അപ്പോൾ നമ്മൾ ഈ ഇവിടെയുള്ള 0 ഇങ്ങോട്ട് ഇറക്കി എഴുതിയാൽ ഇവിടെ 10 കിട്ടും. ഓക്കെ, അപ്പോൾ 10 കിട്ടും. 10ൽ 3 എത്ര തവണ പോവും? 3 തവണ പോവും. ഓക്കെ, 3 വീണ്ടും 9. കുറച്ച് കഴിഞ്ഞാൽ 10 9 കുറച്ച് കഴിഞ്ഞാൽ 1. അപ്പോൾ ശിഷ്ടം 1. അതാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്, ശിഷ്ടം 1. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ ശിഷ്ടം അല്ലെങ്കിൽ റിമൈൻഡർ എന്ന് പറയും. റിമൈൻഡർ അല്ലെങ്കിൽ ശിഷ്ടം 1 കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മൾ ഹരിക്കുമ്പോൾ നമുക്ക് ശിഷ്ടം 0 ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 101 എന്ന് പറയുന്ന പദം ഈ സമാന്തര ശ്രേണിയിലുള്ളതാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ശിഷ്ടം 0 ആണെങ്കിൽ മാത്രം ശ്രദ്ധിക്കണം. നമുക്കിങ്ങനെ ഹരിക്കുമ്പോൾ ലഭിക്കുന്ന ശിഷ്ടം 0 ആണെങ്കിൽ, നമ്മളിങ്ങനെ ഹരിക്കുമ്പോൾ ലഭിക്കുന്ന ശിഷ്ടം റിമൈൻഡർ 0 ആണെങ്കിൽ അതിനർത്ഥം നമ്മൾ ആ പരിശോധിച്ച പദം ഈ സമാന്തര ശ്രേണിയിൽ ഉള്ളതാണ് എന്നാണ്. ഓക്കെ, ഇനി 0 അല്ലാത്ത ഏത് സംഖ്യ കിട്ടിയാലും 1 2 3 4 അങ്ങനെ ഏത് സംഖ്യ കിട്ടിയാലും 0 അല്ലാത്ത ഏത് സംഖ്യ കിട്ടിയാലും നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ആ പരിശോധിച്ച സംഖ്യ ആ സമാന്തര ശ്രേണിയിൽ ഉള്ളതല്ല. ക്ലിയർ ആണോ? അപ്പോൾ ഹരിച്ചാൽ ശിഷ്ടം 0 കിട്ടുകയാണെങ്കിൽ, റിമൈൻഡർ 0 ആണെങ്കിൽ ആ പദം സമാന്തര ശ്രേണിയിൽ ഉള്ളതാണ്. ഹരിച്ചാൽ നമുക്ക് കിട്ടുന്ന ശിഷ്ടം 0 അല്ലെങ്കിൽ, റിമൈൻഡർ നോട്ട് ഈക്വൽ ടു 0 0 അല്ലെങ്കിൽ ആ പദം സമാന്തര ശ്രേണിയിൽ ഉള്ളത് അല്ല. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ആണോ അല്ല എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ നമുക്ക് ശിഷ്ടം 1. ശിഷ്ടം 1 ആയതുകൊണ്ട് ഇത് സമാന്തര ശ്രേണിയിലുള്ളതാണോ? അല്ല. ക്ലിയർ ആവുണ്ടോ? 0 ആണെങ്കിൽ, ശിഷ്ടം 0 ആണെങ്കിൽ മാത്രമേ സമാന്തര ശ്രേണിയിൽ ഉള്ളതാവുകയുള്ളൂ. ക്ലിയർ ആവുണ്ടോ? അപ്പോൾ ഇവിടെ ശിഷ്ടം 1. അപ്പോൾ നമ്മളിവിടെ എഴുതിയത് കണ്ടങ്ങൾ, ഇവിടെ എഴുതിയത് കണ്ടോ? ഈ ബോക്സിനകത്ത് എഴുതിയത് കണ്ടങ്ങൾ, ശിഷ്ടം 0 അല്ലാത്തതിനാൽ 101 ഇതിലെ പദമല്ല
എന്തുകൊണ്ടാണ് പദമല്ലാത്തത്? ശിഷ്ടം പൂജ്യമല്ലാത്തത് കൊണ്ട് ഇതിലെ പദമല്ല. ഓക്കെ, അതാണ് നമ്മൾ ഇംഗ്ലീഷിൽ എഴുതിയത്. സിൻസ് ദ റിമൈൻഡർ ഈസ് നോട്ട് ഈക്വൽ ടു 0, റിമൈൻഡർ പൂജ്യമല്ലാത്തത് കൊണ്ട് 101 ഈസ് നോട്ട് ഇൻ ദ അരിത്മെറ്റിക് സീക്വൻസ്. 101 ഈ അരിത്മെറ്റിക് സീക്വൻസിൽ ഇല്ല. ക്ലിയർ ആണോ? അപ്പോൾ ഇനി നമുക്ക് തുടക്കം മുതൽ അവസാനം വരെ ഒന്ന് പറയാം. നമുക്കൊരു സമാന്തര ശ്രേണി തരുന്നു. ആ സമാന്തര ശ്രേണിയിൽ 101 ഒരു പദമാണോ എന്ന ചോദ്യമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ആ സമാന്തര ശ്രേണിയുടെ ആദ്യ പദം എഴുതുന്നു, അതുപോലെ പൊതുവ്യത്യാസം എഴുതുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യ പദം പൊതുവ്യത്യാസം എഴുതിയതിന് ശേഷം ഏതാണോ നമ്മൾ പരിശോധിക്കേണ്ടത് ആ പരിശോധിക്കേണ്ട പദത്തിൽ നിന്നും ആദ്യ പദം എന്ത് ചെയ്യണം? കുറക്കണം. നമുക്ക് പരിശോധിക്കേണ്ട പദം 101 ആ 101 നിന്നും ആദ്യ പദം നമ്മൾ കുറച്ചു. അതായത് 101 നിന്ന് ആദ്യ പദം 1 കുറച്ചു. അപ്പോൾ നമുക്ക് 100 കിട്ടി. ഓക്കെ, അപ്പോൾ പരിശോധിക്കേണ്ട പദത്തിൽ നിന്നും ആദ്യ പദം കുറച്ചാൽ നമുക്കൊരു സംഖ്യ കിട്ടും. ആ സംഖ്യയെ നമ്മൾ എന്ത് ചെയ്യണം? പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കണം. ക്ലിയർ ആവുണ്ടോ? അപ്പോൾ ഇവിടുത്തെ പൊതുവ്യത്യാസം 3. ഓരോ ചോദ്യത്തിലും പൊതുവ്യത്യാസം മാറും. ഇവിടുത്തെ പൊതുവ്യത്യാസം 3. അതുകൊണ്ട് നമ്മൾ 100നെ 3 കൊണ്ട് ഹരിക്കുന്നു. ഓക്കെ, ഹരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവസാനം നോക്കേണ്ടത് അതിൻ്റെ ശിഷ്ടം റിമൈൻഡർ എന്താണ് എന്നുള്ളതാണ്. റിമൈൻഡർ അതായത് ശിഷ്ടം നമുക്ക് 0 കിട്ടുകയാണെങ്കിൽ അതിനർത്ഥം ആ സംഖ്യ ആ സമാന്തര ശ്രേണിയിൽ ഉള്ളതാണ് എന്നാണ്. എന്നാൽ നമുക്ക് ഹരിക്കുമ്പോൾ റിമൈൻഡർ ശിഷ്ടം 0 വേറെ ഏതെങ്കിലും സംഖ്യയാണ് ലഭിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ സംഖ്യ ആ സമാന്തര ശ്രേണിയിൽ ഉള്ളതല്ല എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ശിഷ്ടം 1 ലഭിച്ചതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ശിഷ്ടം 0 101 ഇതിലെ പദമല്ല എന്ന് പറയാം. ക്ലിയർ ആണോ? അപ്പോൾ ഇങ്ങനെയാണ് നമുക്കൊരു സമാന്തര ശ്രേണി തന്ന് ഏതെങ്കിലും ഒരു പദം ഇതിലുള്ളതാണോ അല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആണോ അല്ലയോ എന്ന് പരിശോധിച്ച് ചെക്ക് ചെയ്ത് പറയുന്ന വിധം ഇങ്ങനെയാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉടനെ ചോദിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? ക്ലിയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.